ഓക്കെ, സത്യം പറഞ്ഞ ഈ കൈപ്പുണ്യം എവിടെന്നാ കിട്ടിയത്? അപ്പച്ചന്റെ കയ്യിന്നാണോ? കൈപ്പുണ്യം എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല എനിക്ക് കൈപ്പുണ്യം ഉണ്ടെന്ന്. ഞാനിപ്പോ ഉള്ള സ്കില്ല് ഞാൻ പഠിച്ചുണ്ടാക്കിയതാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ഷെഫ്മാര് രണ്ടു തരത്തിലാണ് ഉണ്ടാകുന്നത്. ചിലവർക്ക് അത് അവർക്ക് ജനിച്ചപ്പോ തന്നെ ഒരു കൈപ്പുണ്യം ഉണ്ട്, അവർ എന്തുണ്ടാക്കിയാലും ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അങ്ങനെ ഒരാളല്ല. കൈപ്പുണ്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനത്തെ ഒരു കാര്യം അങ്ങനത്തെ ആൾക്കാരുണ്ട്. എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ നേരിട്ട് അറിയാം. എന്റെ കുറച്ച് ഫ്രണ്ട്സ് തീരെയില്ല. ഞാൻ എന്തുണ്ടാക്കിയാലും അത് ഫ്ലോപ്പ്. അതാ പറഞ്ഞ ആ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് കുക്കിംഗ് എന്നുള്ള സ്കില്ല് ആയിരിക്കും പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് ഈസി ആയിട്ട് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കുക്കിംഗ് സ്കിൽ ആയിരിക്കും പഠിക്കാൻ പറ്റും. ബട്ട് ആ കൈപ്പുണ്യം കിട്ടാൻ കുറച്ച് പാടാണ്. ഞാൻ പഠിച്ചുണ്ടാക്കിയതായിരിക്കുള്ളൂ. ഞാൻ ഒരിക്കലും എനിക്ക് കൈപ്പുണ്യമുള്ള ആളാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ബട്ട് ഇപ്പൊ എനിക്കുള്ള സ്കിൽ ഞാൻ പഠിച്ചുണ്ടാക്കിയതാണ്. ഓക്കെ, ഇപ്പൊ പണ്ട് തൊട്ടേ കുക്കിങ്ങിനോട് താല്പര്യം ഉണ്ടായിരുന്നു? കുക്ക് ചെയ്യുമായിരുന്നോ? എങ്ങനെയായിരുന്നു? വീട്ടിലെ അമ്മച്ചിനൊക്കെ സഹായിക്കുമായിരുന്നു. വീട്ടിലെ അമ്മച്ചി ചെറിയൊരു കാര്യം സഹായിക്കുന്ന പറഞ്ഞാൽ വലിയ സംഭവങ്ങളല്ല. ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുക, മുട്ടക്കറി ഉണ്ടാക്കി ചെയ്യുമായിരുന്നു. പിന്നെ നമ്മള് അപ്പച്ചൻ ഹോട്ടൽ ഫീൽഡിലായിരുന്നു. അപ്പച്ചൻ ദുബായിലായിരുന്നു. അപ്പച്ചൻ സ്വർണ്ണപ്പണിക്ക് പോയിട്ട് അവിടെ ലാസ്റ്റ് ഹോട്ടലിൽ എത്തിപ്പെട്ടു. അപ്പച്ചൻ കിച്ചണിൽ വന്നു. അപ്പൊ ചേട്ടൻ ഷെഫാണ്, ചേട്ടനെ കൊണ്ടുപോയി. അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും ദുബായിലേക്ക് എത്തണം. അപ്പൊ ഈസി ആയിട്ടുള്ള ഒരു വേ ഇത് പഠിക്കാന്നുള്ളതാണ്. അപ്പൊ രണ്ടുപേരും ഉള്ള കാരണം എന്നെ കൊണ്ടുപോകും എന്നുള്ള സംഭവം കൊണ്ടാണ് ഇത് പഠിച്ചത്. എന്നെ കൊണ്ടുപോയത് എന്റെ ഫ്രണ്ട് നിതിൻ എന്ന് പറഞ്ഞ ഫ്രണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പൊ ഞങ്ങൾക്ക് ട്രൈ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല. ലാസ്റ്റ് അതിന്റെ ഫ്രണ്ടാണ് എന്നെ അവിടെ കൊണ്ടുപോകുന്നത്. ദുബായിൽ എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിനകത്തൊരു പ്രോപ്പർട്ടി ഉണ്ട്, DIH ദുബായ് ഇന്റർനാഷണൽ ഹോട്ടൽ. അതിനകത്താണ്. അവിടെ എക്സിക്യൂട്ടീവ് ഷെഫാണ്. വീട്ടിൽ ആരാണ് കൂടുതൽ കുക്ക് ചെയ്യാറ് ഇപ്പൊ ദുബായിലോ? ദുബായിൽ നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് കൂടുതൽ കുക്ക് ചെയ്യാറ്? അത് പറയാൻ പറ്റില്ല. വീക്ക് ഡേയ്സ് ആണെങ്കിൽ പുള്ളിക്കാരത്ത് കുക്ക് ചെയ്യും. ഞങ്ങളുടെ മമ്മി ഉണ്ടായിരുന്നു, വൈഫിന്റെ മമ്മി നമ്മുടെ കൂടെ ഒരു ഓൾമോസ്റ്റ് 2 years ഉണ്ടായിരുന്നു. അമ്മച്ചി ഇടക്കിടക്ക് ഒരു ഇൻ ബിറ്റ്വീൻ 2-3 മാസങ്ങൾ വന്ന് നിൽക്കും. അപ്പൊ അവരുണ്ടെങ്കിൽ അവര് കൂടുതൽ കുക്ക് ചെയ്യും. ഇപ്പൊ നമ്മുടെ കൂടുതൽ ഒരു ചേച്ചിയുണ്ട്, പുള്ളിക്കാരത്തി കുക്ക് ചെയ്യും. വീക്കെൻഡ് ആണെങ്കിൽ ഞാൻ കുക്ക് ചെയ്യും, എനിക്ക് വീഡിയോ എടുക്കാനുണ്ടാവും. മോന് നിങ്ങൾ ആര് കുക്ക് ചെയ്യുന്ന ഇഷ്ടം? മോനൊന്നും കഴിക്കാറില്ല. ആകെ കഴിക്കുന്നത് ചപ്പാത്തി, ദോശ, ബ്രെഡ്. ചില ആളുകൾ എങ്ങനെയാണ്, നന്നായിട്ട് കുക്ക് ചെയ്യുന്ന പാരന്റ്സിന്റെ മക്കളൊന്നും ഒന്നും കഴിക്കില്ല. ചെറുതാണ്, 3 വയസ്സായിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കും ചിലപ്പോ. ഞങ്ങളൊക്കെ നല്ലോണം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. എന്റെ വീട്ടിലെല്ലാവരും ഞാൻ പുള്ളിക്കാരി നല്ല ഭക്ഷണം കഴിക്കുന്നതാണ്. ബട്ട് അവന് കഴിക്കാൻ വേണ്ടി ഭയങ്കര മടിയാണ്. എന്നാലും പറയൂലോ, പപ്പ അന്ന് ഉണ്ടാക്കിയ സാധനം ഒന്നും ഉണ്ടാക്കി തരാൻ അങ്ങനെയൊന്നും പറയില്ല? അന്നും അങ്ങനെ ആയിട്ടില്ല, ചെറുതല്ലേ, പറയുമായിരിക്കും. ഞാൻ ഈ കൊറിയൻ ഡ്രാമാസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ എന്താ പറയാ, നമ്മൾ ഈ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഭയങ്കര റൊമാൻറ്റിക് ബോയ് ഫ്രണ്ട് ഒക്കെ ആണെങ്കിൽ ഗേൾ ഫ്രണ്ടിന് കുക്ക് ചെയ്ത് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. അതുപോലെ ഷെഫ് എന്തെങ്കിലും കുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? എന്താ കുക്ക് ചെയ്ത്? അല്ല, പുള്ളിക്കാരി ആക്ച്വലി കോണ്ടിനെന്റൽ യൂറോപ്യൻ ഫുഡൊക്കെ ഭയങ്കര താല്പര്യമാണ്. സ്റ്റേക്സ്, പാസ്ത ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും. ഇപ്പൊ കുറച്ച് കുറവാണ്, ആദ്യം കൊടുക്കുമായിരുന്നു. എന്നാലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ്? കൂടുതൽ അങ്ങനത്തെ ഫുഡാണോ ഇഷ്ടം? അങ്ങനെ പുള്ളിക്കാർക്ക് സ്പെഷ്യൽ ആയിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുന്ന താല്പര്യം. നാടൻ ഫുഡാണ് എപ്പോഴും കഴിക്കുന്നുണ്ട്. പുള്ളിക്ക് അങ്ങനെ താല്പര്യമില്ല. സ്പെഷ്യൽ ആയിട്ട് ചെയ്യുമ്പോഴേക്കും എന്തെങ്കിലും അങ്ങനെ കഴിക്കാൻ താല്പര്യം. പ്രോപ്പർ ആയിട്ട് പ്ലേറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ടെന്ന് പണ്ട്. ഓഫീസുകൾ വരുമ്പോഴേക്കും പ്രോപ്പർ ലഞ്ച്. അപ്പൊ ഷെഫ് ഇപ്പൊ പറഞ്ഞല്ലോ ഡ്രീം ആണെങ്കിൽ ഒരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞല്ലോ. അവിടെ എന്തൊക്കെ മെനൂസ് ആയിരിക്കും ഉണ്ടാവുക? ഫ്യൂഷൻ ഫുഡ് ചെയ്യാനാണ് താല്പര്യം, ആഗ്രഹം. കുറച്ച് അങ്ങനെ വലിയൊരു മെനു അല്ല, വളരെ കോമ്പാക്ട് ആയിട്ടുള്ള കുറച്ച് ഫുഡ്, വളരെ ചെറിയ മെനു, നല്ല ഫുഡ് ആയിരിക്കണം കൊടുക്കുന്നത്. അതാണ് ആഗ്രഹം. അതെന്താണെന്ന് എത്തിയിട്ടില്ല. പേര് ആംഗ്രി ഷെഫ് റെസ്റ്റോറന്റ്, അത് മാത്രമേ എത്തിയിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമ്മളാണെങ്കിൽ ഇപ്പം ഒരുപാട് ഫുഡ് ബ്ലോഗേഴ്സിന്റെ വീഡിയോസ് ഒക്കെ കണ്ട് നമ്മൾ ഒരുപാട് റെസിപ്പീസ് ട്രൈ ചെയ്യുന്നു, നോക്കുന്നു, ഓരോ സ്ഥലത്തൊക്കെ പോകുന്നു. ഷെഫ് അതൊക്കെ ഫോളോ ചെയ്യാറുണ്ട്? ഞാൻ ആക്ച്വലി റെസിപ്പീസ് പോലും ഇഷ്ടംപോലെ നല്ല റെസിപ്പീസ് കുറെ തന്നെ വരാറുണ്ട്. കുറെ ചേച്ചിമാരുണ്ട് നല്ലോണം കുക്ക് ചെയ്യുന്നത്, അവരുടെ റെസിപ്പീസ് നല്ലോണം എടുക്കാറുണ്ട്. ഇപ്പൊ ഫുഡ് വ്ളോഗേഴ്സിനെ ആണെങ്കിൽ നമ്മൾ പോവും, കാണും, നമുക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ പോവും, കഴിക്കും. ചിലപ്പോൾ അടിപൊളിയായിരിക്കും, ചിലപ്പോൾ വളരെ മോശമായിരിക്കും, പറയാൻ പറ്റത്തില്ല. അപ്പം ഷെഫിന് ഈ ഫുഡ് വ്ളോഗിങ് പിന്നെന്താ ഈ കുക്കിങ്ങിനോട് ഒരു വീഡിയോസ് ഒക്കെ ചെയ്യണം എന്നൊക്കെ ഒരു ലൈക്ക് നമുക്കിത് കൺസിസ്റ്റന്റ് ആയിട്ട് നിക്കാന്ന് ഒരു ചില്ലറ പണിയല്ലല്ലോ എന്ന് വെച്ചാൽ ചിലപ്പം എഡിറ്റ് ചെയ്യണം, കുക്ക് ചെയ്യണം, മടി ചെയ്യണം, അതൊക്കെ ഒരു മടിയാണ്. പക്ഷെ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ ഒരു മോട്ടിവേഷൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? കൺസിസ്റ്റന്റ് ആയി നിൽക്കാറില്ല ഞാൻ, ഇടയിൽ 2 മാസം ബ്രേക്ക് എടുക്കും. പക്ഷെ എന്നാലും എനിക്കാണെങ്കിൽ ഞാനൊരു 10 വീഡിയോസ് കാണാൻ അതിനകത്ത് 2 വീഡിയോസ് എങ്കിലും ഷെഫിന് ഉണ്ടാവും. ഇപ്പൊ ലാസ്റ്റ് നോക്കി അറിയാൻ പറ്റും, ഞാൻ കഴിഞ്ഞ മാസം 1 വീഡിയോ 2 വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഇപ്പൊ 20 ഡേയ്സിലാകെ 4 വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെല്ലാം ജസ്റ്റ് റിവ്യൂ പോലെയാണ്. ഞാൻ ബ്രേക്ക്, എനിക്ക് മടുപ്പ് തോന്നുവാണെങ്കിൽ ഞാൻ 1.5 മാസം 2 മാസം ഒക്കെ കണ്ടിന്യൂസ് ബ്രേക്ക് എടുക്കും. വീക്കിലി ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 2 മാസം കഴിയുമ്പോഴേക്കും വീണ്ടും ഒരു 30 ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിൽ 20 വീഡിയോ ഒക്കെ അടുപ്പിച്ച് പോസ്റ്റ് ചെയ്യും. വീണ്ടും ആ ട്രാക്കിലേക്ക് എത്തും, പോകും, പിന്നെ ഞാൻ ബ്രേക്ക് എടുക്കും. അപ്പൊ റീച്ചിനെ അത് അഫക്ട് ചെയ്യില്ലേ? റീച്ചിനെ അഫക്ട് ചെയ്യും. അപ്പൊ അതാ പറഞ്ഞത്,
നമുക്ക് കുറച്ച് റീച്ച് വേണമെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 30 days വീഡിയോ പോസ്റ്റ് ചെയ്യും. ഷെഫിന്റെ ഏറ്റവും വൈറലായിട്ടുള്ള വീഡിയോ ഏതാണ്? ബിരിയാണി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് വീഡിയോസ് ഉണ്ട്. ബിരിയാണി ഫസ്റ്റ് വൈറലായ വീഡിയോ കോമഡിയാണ്. സത്യം പറഞ്ഞാൽ അതിനു വേണ്ടി ചെയ്തല്ലായിരുന്നു. അവിടെയാണ് നമ്മൾ ആൾക്കാർ നോട്ടീസ് തുടങ്ങുന്നത്. അപ്പൊ എനിക്കൊരു 6000 ഫോളോവേഴ്സ് എന്തോ ഉള്ളൂ. നമ്മൾ ടിക്ടോക്കിലാണ് കൂടുതലും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്റെ പഴയ ചെറിയൊരു അപ്പാർട്ട്മെന്റ് ആണ്. അവിടെ എന്തോ ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും കട്ടിങ് സ്കിൽസ്, ഞാൻ നൈഫ് ഭയങ്കര സ്റ്റൈലായിട്ടാ ചെയ്യുന്നത്. നൈഫ് നൈഫ് ഹോൾഡ് ചെയ്യുന്ന ഒരു ടെക്നിക് ഉണ്ട്. നമ്മൾ നൈഫ് സാധാരണക്കാരെ പിടിക്കുന്നതും പ്രൊഫഷണൽ ഷെഫ് പിടിക്കുന്നതും. ആ ഒരു വീഡിയോ ഒരു 1 million 2 million അടുത്ത ആൾക്കാർ കണ്ടു. അത് ഫസ്റ്റ് വൈറലായ വീഡിയോ. അതിൽ നിന്ന് മാത്രം ഒരു 30-40 ഫോളോവേഴ്സ് വന്നു വിത്തിൻ 2-3 days. അതാണ് ആക്ച്വലി വൈറലായ വീഡിയോ എന്ന് പറയാം. ആൾക്കാർ കണ്ട വീഡിയോ. ഓക്കെ. അപ്പം നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് വിശന്ന ദേഷ്യം വരും എന്നൊക്കെ. എനിക്ക് വിശന്ന ഭയങ്കര ദേഷ്യം വരും. ചോദിച്ചു നോക്കിയാ അറിയാൻ പറ്റും. എനിക്ക് എന്ത് സഹിക്കാൻ പറ്റും. വിശപ്പ് സഹിക്കാൻ ഭയങ്കര പാടാണ്. എനിക്ക് ഭയങ്കര ദേഷ്യം വരും. അതുപോലെ എനിക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൂളാകുകയും ചെയ്യും. ഞാൻ ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴേക്കും എനിക്ക് നല്ലൊരു ഫുഡ് കിട്ടുവാണെങ്കിൽ എന്ത് കിട്ടിയാലായിരിക്കും ഏറ്റവും ഹാപ്പി ആവുക? ചോറ് കിട്ടിയാൽ മതി. ചോറ്, നല്ലൊരു ഫുഡ്, മീൻകറി അല്ലെങ്കിൽ ചോറ്, ബീഫ് കറിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സമയം 1:45. ഇപ്പൊ ഇതൊന്നും പറയല്ലേ, വിശന്നിരിക്കുക. ഓക്കെ, ചോറും മീൻകറി, ചോറ്, ബീഫ്. ചോറാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് തിങ് ടു ഈറ്റ്. കാർബ്സിന്റെ ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സാധനം ചോറാണ്. അതുകൊണ്ടാണ് ഞാൻ വണ്ണെങ്കിൽ കൂടി വരുന്നത്. ഡയറ്റ് നോക്കാൻ പറ്റാറുണ്ടാവില്ലായിരിക്കും. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഡയറ്റ് ഞാൻ 6 ദിവസം നോക്കും, 6 ദിവസം കളയും. അപ്പം ഈ ചോറ് കട്ട് ചെയ്യാൻ പറയുമ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഏറ്റവും പാടുള്ള കാര്യം ചോറ് കട്ട്. ഇപ്പൊ ഞാൻ കറി ഒന്ന് ബീഫ് കഴിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കാം, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ബീഫ് ഫിഷ് കഴിക്കണം പറഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും നിൽക്കാം. ചോറ് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പാടായിരിക്കും. ചോറ്, മീൻകറി, കൂടെ വേറെ എന്തൊക്കെ വേണം? ഒരു പച്ചക്കറി. അത് വീട്ടിലുണ്ടായ എന്തായിരിക്കും? എന്തെങ്കിലും. ഞങ്ങൾ മെഴുക്കുവരട്ടി, ഞങ്ങളായിട്ട് ഒലത്ത് എന്ന് പറയുന്നത്. കൊച്ചി ഭാഗത്ത് എന്റെ വീട്ടിലും പക്ഷെ നമ്മളിങ്ങനെ പുറത്തെവിടെയെങ്കിലും ഒലത്താലോ. അച്ചിങ്ങ എന്ന് പറഞ്ഞെങ്കിൽ പയറുണ്ടല്ലോ, അച്ചിങ്ങ ഒലത്തിയതോ അങ്ങനെ എന്തെങ്കിലും. വീട്ടിൽ അപ്പച്ചന് ഭയങ്കര നിർബന്ധമായിരുന്നു മീൻകറി കഴിക്കുന്നതിനൊപ്പം തന്നെ എന്തെങ്കിലും പച്ചക്കറി കഴിക്കണം. ഒരു മീൻകറി, ഒരു പച്ചക്കറി, ചോറ്, അത് മതി. ഞാൻ കഴിക്കും. അച്ചാർ എനിക്ക് ഇഷ്ടമാണ്. അച്ചാറിനെയും കഴിക്കാം. വേണം. ഓക്കെ. അപ്പം ഷെഫ് ഇപ്പൊ ഒരുപാട് പേർക്ക് കുക്ക് ചെയ്ത് കൊടുത്തിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ ഏറ്റവും കൂടുതൽ ഒരു ലൈക്ക് ഇപ്പം ഭയങ്കരമായിട്ട് ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരു കോംപ്ലിമെന്റ് അല്ലെങ്കിൽ അപ്രിസിയേഷൻ കിട്ടിയത് എപ്പോഴായിരിക്കും? അങ്ങനെ പറയാൻ കുറെ ആൾക്കാരുണ്ട്. എനിക്കിപ്പോ എപ്പോഴും ഓർമ്മയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കോഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഫോർട്ട് കൊച്ചിയിൽ ഒരു ചെറിയ റിസോർട്ട് ടൈപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കോസ്റ്ററിക്ക ലേഡി, വിറ്റ്ഫ്രെഡ് എന്നായിരുന്നു പുള്ളിക്കാരുടെ പേര്. അന്നെനിക്ക് ഒരു 45-50 അടുത്ത ഏജ് ഉണ്ടാവും. പുള്ളിക്കാർക്ക് ഞാൻ ഫിഷ് കറി എന്തോ ട്രൈ കൊടുത്തിട്ട് അന്ന് പരിചയപ്പെട്ടിട്ടാണ് ഇപ്പോഴും നമ്മൾ ഇടയ്ക്ക് മെസ്സേജ് ആയിരിക്കും കോൺടാക്ട് ചെയ്യും. ഭയങ്കര ഒരു സ്പെഷ്യൽ മൊമെന്റ് ആയിരുന്നു.